ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, നമുക്കറിയാമല്ലോ ഈ സ്വർണ്ണ കവർച്ചയുടെ നാൾവഴികളിൽ കടകംപള്ളി സുരേന്ദ്രനെ ശരിക്കും പറഞ്ഞാൽ ഇതിന് മുൻപ് തന്നെ പ്രതി ചേർത്ത് ജയിലിനകത്തേക്ക് വിടേണ്ടതാണ്. കാരണം കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഈ ദുരൂഹ ഇടപാടുകൾ ഏറ്റവും കൂടുതൽ ശബരിമലയിൽ നടന്നത്. പക്ഷേ അത് ഉണ്ടായില്ല. എന്നാൽ SIT ഇപ്പോൾ ചില നിർണായകമായ കണ്ടെത്തൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഹൈക്കോടതി ഇടപെടുന്നതുകൊണ്ടാകാം. അതായത് കടകംപള്ളിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇടയിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന നിഗമനത്തിലേക്ക് ഈ ഘട്ടത്തിൽ SIT എത്തുന്നു. അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ SIT കോടതിയും കൂടെ നിരീക്ഷണത്തിന്റെയും മേൽനോട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്പമൊക്കെ ശരിയായ രീതിയിൽ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുവരുന്നു. പക്ഷേ പിന്നീട് സർക്കാരിലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പല ആളുകളും MLA ഉൾപ്പെടെ CPM നേതാക്കന്മാരുൾപ്പെടെ ഇതിലേക്ക് വരും, മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ വരും എന്ന ഘട്ടം വന്ന സമയത്ത് നിശ്ചയമായും SITയുടെ മേലിൽ കനത്ത സമ്മർദ്ദം ഉണ്ടാവുകയും പിന്നീട് ആ അന്വേഷണം നിലക്കുകയുമാണ് ചെയ്തത്. നേരത്തെ കിട്ടിയ വിവരങ്ങളുടെയോ അന്വേഷണത്തിന്റെയോ തെളിവിന്റെയോ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം അവർ നടത്തിയില്ല. ആ അന്വേഷണം നിലക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും കോടതി ആ മേൽനോട്ടം വഹിച്ചിരുന്ന ആ സന്ദർഭങ്ങളിൽ അവർ കോടതി ശക്തമായി ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു അന്വേഷണം നടത്തും, ഒരു റിപ്പോർട്ട് അവിടെ കൊടുക്കും. ഇതിനപ്പുറത്തേക്ക് പോയിരുന്നില്ല. അതായത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ, ഭരണപരമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്ന ഒരു സമീപനമാണ് SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അന്നത്തെ ദേവസ്വം മന്ത്രി, ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ആളുകൾ അന്വേഷണ പരിധിയിൽ വരികയോ കുറ്റക്കാരനെന്ന് കണ്ടെത്തപ്പെട്ട രീതിയിലുള്ള ആ നിലയിലുള്ള അവരുടെ തെളിവുകൾ വെച്ച് അവർ അറസ്റ്റ് ചെയ്യുകയോ ജയിലിലേക്ക് അടക്കുകയോ ചെയ്യാതിരുന്നത്. അയാൾ ഇപ്പൊ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നു എന്ന് മനസ്സിലായത് വളരെ സന്തോഷകരമാണ്, സാധാരണമാണ്. പക്ഷേ ഇത്തരം ആളുകൾക്ക് ഇത്തരം കുടുക്കുകളിൽ നിന്നൊക്കെ ഊരി വരാനുള്ള സാമർഥ്യമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു, നിലവിലുള്ള ആഭ്യന്തരമന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ച ഒക്കെ നടത്തിയെന്ന്. ആ കൂടിക്കാഴ്ച ഏത് ഡീലിന്റെ ഭാഗമായിട്ടാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന ഭരണാധികാരികൾ നടത്തിയ തെറ്റായ എല്ലാ നീക്കങ്ങളും വെളിച്ചത്ത് വരണമെന്നും അതിന്റെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഇവിടുത്തെ പൊതുസമൂഹവും ഭക്തജന സമൂഹവും ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് അന്വേഷണം ശക്തമായി ഉണ്ടാകാൻ നിലവിലുള്ള ഭരണകർത്താക്കളെങ്കിലും ശ്രദ്ധിക്കണമെന്നുമാണ് ഭക്തജന സമൂഹത്തിന്റെ അഭ്യർത്ഥന. അക്കാര്യത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും. ശ്രീ വത്സൻ തില്ലങ്കേരി, ഇതിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്രത്തോളം അനിവാര്യമാണ്? കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന വേളയിൽ കോൺഗ്രസും UDFും ഒക്കെ കേരള പോലീസ് അന്വേഷിച്ചാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞവരാണ്. പക്ഷേ അധികാരത്തിലെത്തുന്ന ഘട്ടത്തിൽ അവരിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെപ്പറ്റി കാര്യമായി പ്രതികരിക്കുന്നില്ല. BJP ആണെങ്കിൽ ഒരു ഭാഗത്ത് ഇത് CBIയെ ഏൽപ്പിക്കണം എന്ന നിലപാടുമായി നിൽക്കുന്നുമുണ്ട്. കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ട കാര്യം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് തന്നെയാണ്. കാരണം ഇതിലേക്ക് പ്രതികളായി വരുന്ന ആളുകളെല്ലാം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അവർ നേതാക്കന്മാരായ ആളുകൾക്കെതിരായിട്ടുള്ള അന്വേഷണം വരുന്ന സമയത്ത് സമ്മർദ്ദം ഉണ്ടാവും എന്നുള്ളത് വ്യക്തമായിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ചെറിയ മീനുകളെ അവർ പിടിച്ചെങ്കിലും വലിയ വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം പോയില്ല. അങ്ങനെ പോകണമെങ്കിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി നിഷ്പക്ഷമായി കേസ് അന്വേഷിക്കുന്ന ഒരു ഏജൻസി വരണം എന്നുള്ളത് ആദ്യം മുതൽ തന്നെ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെ ഒരു ആവശ്യമാണ്. പക്ഷെ ആ സർക്കാർ അവരതിന് മുതിർന്നില്ല. അതിന് മുതിരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അന്വേഷണം ശരിയായ രീതിയിൽ പോയാൽ പാർട്ടി പ്രതിരോധത്തിലാവും, സർക്കാർ പ്രതിരോധത്തിലാവും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അവരതിന് തയ്യാറാകാതിരുന്നത്. ആ സമയത്ത് ഇത്തരം ഒരു അന്വേഷണ ആവശ്യം ഉന്നയിച്ചവരാണ് ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ. അവർ പറഞ്ഞത് ന്യായമാണെങ്കിൽ, അവർ അന്ന് പറഞ്ഞ കാര്യം അത് സത്യസന്ധമാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. സർക്കാർ ഒരു തീരുമാനം എടുത്തു. നിരവധി കേസുകൾ, വളരെ ചെറിയ ചില കേസുകൾ പോലും CBI അന്വേഷണത്തിന് വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവരങ്ങനെ ചെയ്യാത്തത്? അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് അത് വലിയ സംശയത്തിനിടയാക്കുന്നത്. മന്ത്രിയെ പോയി കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു ഡീല് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ കാര്യത്തിൽ ഒന്നുകിൽ കോടതി, അല്ലെങ്കിൽ കോടതിയിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഹർജിയുണ്ട്. സർക്കാർ തന്നെ തീരുമാനിച്ചത്, സർക്കാരിന് ഒരു ക്യാബിനറ്റ് കൂടിയിട്ട് അടുത്ത ക്യാബിനറ്റിൽ ഇതൊരു വിഷയമായി വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. കേന്ദ്ര ഏജൻസി വരട്ടെ, അന്വേഷണം നടക്കട്ടെ.
ഇതിലൊരു രാജ്യാന്തര സ്വഭാവം ഉണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞാണല്ലോ ഇതിലൊരു ഈ കുറ്റകൃത്യത്തിൽ രാജ്യാന്തര സ്വഭാവം ഉണ്ട് എന്ന്. അതൊക്കെ എവിടെ പോയി? ശരിക്കും ഈ രാജ്യാന്തര സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യമാണെങ്കിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഏജൻസി തന്നെ അന്വേഷിക്കണമല്ലോ. CBI ആണ് നല്ലത്, ഏറ്റവും മികച്ചത്. അതുകൊണ്ട് CBIയെ അന്വേഷണം ഏൽപ്പിക്കാൻ ഈ ഘട്ടത്തിലെങ്കിലും സർക്കാർ തയ്യാറാണ്. യെസ്, വളരെ നന്ദി ശ്രീ വത്സൻ തില്ലങ്കേരി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.